ഞാൻ നമ്മുടെ ലൂണ ലൂസിയും കൂടെ റോട്ടിലേക്ക് നടക്കാനായിട്ട് കൊണ്ടുപോകണം. വേടാ, നമ്മൾ ചെയിനൊന്നും ഇടാണ്ടാണ് കൊണ്ടുപോവുക. നടക്കടാ, പോടാ. വാ വാ വാ, നടക്ക്. ചെറുപ്പം മുതലേ അങ്ങനെ ചെയിനിട്ട് ശീലമൊന്നുമില്ല. അവിടെ എന്തെന്ന് മാത്രം വല്ലപ്പോഴൊക്കെ ഇടും. പറഞ്ഞാൽ കേൾക്കാതെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടും. പിന്നെ അങ്ങോട്ട് കുറച്ച് സെറ്റാവും. ഇങ്ങനെ ഇവിടെയൊക്കെ സ്മെല്ല് ചെയ്ത് ഇങ്ങനെ പതുക്കെ നടന്നോളും. ഇല്ലടാ, വാ നടക്ക് നടക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ട് റോട്ടിലേക്ക്. വാ വാ, വാടാ, നടക്ക്. എന്താ റോഡെത്തിയിട്ടാ. റോട്ടിലേക്ക് കയറില്ല, റോഡിന്റെ ഫ്രണ്ടിലേക്ക് വരും. ഡാ വാ വാ, കം കം, നടക്കടാ, നടക്ക് നടക്ക്. ഇതിപ്പോ റോഡിന്റെ അവിടെ എത്തിയപ്പോ ഒരാള് റോഡിലൂടെ നടന്നു പോകണ നമ്മള് കുരച്ചിട്ട് പോകണ്ടായിരുന്നു ലൂണ. അവര് പേടിച്ചു. ഞാനന്ന് പോണ്ട പറഞ്ഞ പിന്നെ ആള് പോയില്ല. എന്താ ബസ് വരുന്നുണ്ട് കേട്ടാ ലൂസി. അതൊരു ബസ് കണ്ട, ബസ് ഇതാ ബസ്. അവിടെ നോക്ക്, അവിടെ നോക്കടാ, ബസ് വരണ കണ്ടാ. ബസ് വരുമ്പോ റോട്ടിലൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. എന്തിനാ അങ്ങനെ സ്മെല്ലാണ്? ശരിക്കും പറഞ്ഞ അവര് ഡി ആണ് കേട്ടാ, രണ്ടും ഫീമെയിലാണ്. ഞാൻ പറയുമ്പോ എന്നും ഡാ പറയാറുണ്ട്. അത് ചെറുപ്പം മുതലേ ശീലിച്ചൊരു സംഭവമാണ്. ഇല്ലടാ, ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് കടക്കാൻ അയക്കില്ല. കാരണം റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുവരെ ഇവരെ വിടാറുള്ളൂ. ഞാൻ ഇന്നത്തെ വാക്കിംഗ് ഏകദേശം കഴിയാനായി. നടക്കണ കടി കൂടിയത് മതി. വാ വാ, പോവാ, നടക്ക് നടക്ക്, നടക്കട ലൂണ. നമ്മൾ ഈ ചെയിനിലിട്ടിട്ട് നടക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് എങ്ങനെ നടക്കാൻ. പക്ഷെ ഇതൊന്ന് ശീലിപ്പിക്കണമെന്ന് മാത്രം. നമ്മുടെ കൺട്രോളിൽ നിൽക്കണം. നമ്മൾ പറഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ചെയിനിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ അടിപൊളിയാണ്. കാരണം അവരുടെ കഴുത്തിലൊരു മാർക്ക് ഉണ്ടാവില്ല. എത്ര കാലമായിട്ട് ഇവരുടെ ഇതേ കണ്ടോ, ഇവരുടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ. കഴുത്തിൽ നോക്കിയാൽ മനസ്സിലാവും. കാണിക്കടാ ഒന്ന്, എന്തുവാടാ ഇത്. അതുപോലെ മാർക്കിംഗ് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള മാർക്കിംഗ് ഒഴിവാക്കി കിട്ടും. ബെൽറ്റ് ചെയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് മാർക്കിംഗ് വരും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ബെൽറ്റ് ഇട്ട് കൊടുക്കാറില്ല. വെള്ളം വേണോ? വെള്ളം വേണോടാ? അതിൽ ഉറുമ്പുണ്ട് കേട്ടോ. അയ്യോ, അവിടെ വേറെ വെള്ളം വെച്ച് കൊടുത്താൽ ഇവർക്ക് ഈ വെള്ളം വേണം, പൈപ്പിലെ വെള്ളം വേണം. അതാണ് അവസ്ഥ. എന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പൈപ്പിലെ വെള്ളം, അത് പഥ്യം എന്ന് പറഞ്ഞ പോലെ അവർ ചെയ്യുന്നത്. മതിയായിട്ടില്ല, നടന്നു മതിയായതാണെങ്കിൽ ഇപ്പോൾ വന്ന് കിടന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാം അല്ലേ? വേടാ, കം ലൂസിനോ, ചാടരുത്, നടക്ക്. അവിടെ സൂര്യനെ കുതിച്ച് വന്നു തുടങ്ങി. അടിപൊളി. സൂര്യനെ കണ്ട. നടന്നു മതിയായിട്ടാ. ഇപ്പൊ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നടക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ടീമാണ്. ഇപ്പൊ ഫുള്ള് ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. ഇല്ലടാ, ബാ, തിരിച്ചു പോയാലോ? ലൂസി, ലൂസി കം. അടുത്ത ബസ് കയറാനുള്ള സമയമായി. വാടാ വാടാ വാടാ. ഇന്നും നടന്നു വന്നു കഴിഞ്ഞ് കുറച്ചു നേരം അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി രണ്ടാളും കൂടെ ഇരിക്കുന്നൊരു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. ഇല്ലടാ, ലൂസി മുകളിൽ കയറി. ലൂസിക്ക് സ്ഥിരം പരിപാടിയാണിത്. എടുത്തോണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഇറങ്ങണ പരിപാടി. ലൂസി മുകളിൽ കയറ്. ലൂസി കയറി മുകളിൽ. ലൂസി, ലൂസി കയറ്. പറഞ്ഞ കേൾക്കാൻ ഭയങ്കര മടിയായി അല്ലേ ലൂസിക്ക്?
എന്താ ലൂണ അങ്ങനെ അവള് ഏകദേശം ഓടിക്കളിച്ചൊക്കെ മതിയായിട്ടാ. ഇപ്പൊ വെറുതെ ഉടായ്പ കളിക്കണം. എന്താ കളിച്ച് മതിയായി കൂട്ടി കയറിട്ടാ. കളിച്ച് മതിയാവാനായിട്ടുണ്ടാവും എന്തായാലും. ലൂണ വാടാ, മതി മതി കളിച്ചത്. വാടാ വാടാ വാ. ഞാൻ കൂട്ടിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ തനിയെ വന്നോളൂ. ലൂണ വാ 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 വാ. കേറ് കേറ് കേറ്. വാ വാടാ, മതി കേറടാ. കേറിക്കോ കേറിക്കോ. യെസ്, ലൂസി കൂട്ടി കയറി. ലൂണ കയറ്. കയറടാ ലൂണ. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ.